ഗേസ്, അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ക്രൊക്കഡൈൽ പാരഡോക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി കേൾക്കുന്നത്. അപ്പൊ ഈ ക്രൊക്കഡൈൽ പാരഡോക്സ് എന്താണെന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. കേൾക്കാൻ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ട് പോവാം. അതായത് നമ്മുടെ ആടുതോമ അയാളുടെ പെങ്ങളുടെ കൊച്ചുണ്ട്. പെങ്ങളുടെ കൊച്ചുമായിട്ട് ഒരു ബോട്ടിങ്ങിന് പോവാണ്. അങ്ങനെ ഇങ്ങനെ ബോട്ടിങ്ങിന് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ വെച്ചൊരു മുതല ഈ കുഞ്ഞിനെ ബോട്ടിൽ നിന്ന് തട്ടിയെടുക്കുകയാണ്. അപ്പൊ ആടുതോമ ഇത് കാണുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ആടുതോമ മുണ്ടൊക്കെ മടക്കി കുത്തിയേറ്റ മുണ്ടൊക്കെ വലിച്ചു പറിച്ച് മുതലയുടെ മണ്ടയ്ക്ക് പോയിട്ട് രണ്ട് ഡയലോഗ് അങ്ങോട്ട് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് കൊച്ചിനെ തടാ, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ കുത്തി കറിയാക്കി തിന്നുവെന്ന്, നിന്റെ ചോര കുടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുതല തിരിച്ചു പറയാണ്, അല്ല അങ്ങനൊന്നും ചെയ്യണ്ട, നമുക്കൊരു മത്സരം വെക്കാം, നീ വലിയ പുള്ളിയാന്നല്ലേ പറയുന്നത്, ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം നീ പറയാൻ പറയാണ്. ഉത്തരത്തിന് കറക്റ്റ് ഉത്തരമാണ് നമ്മുടെ ആടുതോമ പറയുന്നതെങ്കിൽ മുതല നമ്മുടെ കൊച്ചിനെ വിടുന്നതാണ്. അല്ല തെറ്റുത്തരമാണെങ്കിൽ കൊച്ചിനെ മുതല കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ മുതലയുടെ ചോദ്യം ഇതായിരുന്നു, ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നീ പറയണം. അതായത് എന്റെ അടുത്ത മൂവ്മെന്റ് എന്തായിരിക്കും എന്ന് നീ ഗസ് ചെയ്ത് പറയണം. അപ്പോ ആടുതോമ ഇങ്ങനെ ആദ്യം ഒന്ന് കൺഫ്യൂസ് ആയി പോവാണ്. കാരണം മുതല അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആടുതോമയ്ക്ക് അറിയത്തില്ല. ഒന്നി ആടുതോമയെ ആക്രമിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെ തിന്നു കളയാം, അല്ലെങ്കിൽ എന്താ അവിടെ നിന്ന് കൂടി രക്ഷപ്പെടാം. അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പം ആടുതോമ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചു. കാര്യം ആട്ടിൻചോരയാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞാലും പുള്ളി ഒരു കണക്ക് പ്രൊഫസറിന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്. പുള്ളിയുടെ അപ്പൻ ചാക്കോ മാഷിനെ പോലെ ആലോചിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പുള്ളിക്ക് കിട്ടിയ ഐഡിയ വെച്ച് പുള്ളി ഒരു ഉത്തരം പറയാണ്. പുള്ളി പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, നീ എനിക്ക് കുഞ്ഞിനെ തരത്തില്ലെന്ന്. അതായത് മുതല കുഞ്ഞിനെ തരത്തില്ലെന്ന്. ഇവിടെ വെച്ച് മുതല കൺഫ്യൂസ് ആവാൻ വേണ്ടി തുടങ്ങുകയാണ്. കാരണം മുതലയ്ക്ക് എന്ത് വന്നാലും ആ കുഞ്ഞിനെ ഇനിയും കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം മുതല പറഞ്ഞിരിക്കുന്നത് അടുത്തത് കേട്ട് കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ കുഞ്ഞിനെ തരാന്ന്. അതായത് മുതല ഇപ്പൊ കുഞ്ഞിനെ കൊടുക്കാതിരുന്നാൽ അത് കറക്റ്റ് ഉത്തരവായിപ്പോ, അപ്പൊ കുഞ്ഞിനെ കൊടുക്കേണ്ടി വരും. ഇനി അത് തെറ്റുത്തരവാക്കണമെങ്കിൽ മുതലയ്ക്ക് ആ കുഞ്ഞിനെ കൊടുക്കേണ്ടി വരും. കാരണം കുഞ്ഞിനെ കൊടുത്താലേ തെറ്റുത്തരവാകത്തുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ആടുതോമ മുതലയുടെ ചോര ഓടിക്കും. ഗേസ്, അപ്പൊ ഈ ഒരു സിനേറിയോ ആണ് പറയുന്നത് ക്രൊക്കഡൈൽ പാരഡോക്സ് എന്ന്. അപ്പൊ ഈ ഒരു ക്രൊക്കഡൈൽ പാരഡോക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അഥവാ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ 2-3 വട്ടം കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഞാനിതൊരു അന്യ ഭാഷയിൽ നിന്ന് ഇൻസ്പയർ ആയി ചെയ്ത വീഡിയോ ആണ്. എനിക്കതൊരു 2-3 വട്ടം കണ്ടപ്പോഴാണ് ആ ഭാഷയും മനസ്സിലായത്, അതേപോലെ തന്നെ ആ ഒരു വീഡിയോയും കട്ട് ചെയ്ത്. അപ്പൊ ഇതൊരു 2-3 വട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളും ഒന്ന് ചാക്കോ മാഷിനെ കൂട്ട് ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സംഭവം കത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എത്ര വട്ടം ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു സംഗതി, അതായത് ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടിയതെന്ന് അതല്ലെങ്കിൽ മനസ്സിലായതെന്ന് കമന്റ് ചെയ്യുക. ഫോക്കസ് പോയി തോന്നുന്നു. വീഡിയോ കാണാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും വീഡിയോ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.